Hi friends, ഞാൻ ഡോക്ടർ സൗമ്യ അജിൻ. ഇന്നത്തെ ടോപ്പിക് ബയോറിയാക്ടേഴ്സ്, സിംഗിൾ സെൽ പ്രോട്ടീൻ, മോളിക്കുലാർ ഡിറ്റക്ഷൻ ഓഫ് ഫുഡ് കണ്ടാമിനേഷൻ എന്നിവയാണ്. ആദ്യം ബയോറിയാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. എ ബയോറിയാക്ടർ റെഫേഴ്സ് ടു എനി മാനുഫാക്ചർഡ് ഡിവൈസ് ഓർ സിസ്റ്റം ദാറ്റ് സപ്പോർട്ട്സ് എ ബയോളജിക്കലി ആക്റ്റീവ് എൻവയോൺമെൻറ്റ്. മറ്റൊരു ഡെഫിനിഷൻ, ബയോറിയാക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് എ വെസൽ that carries out a biological reaction and is used to culture aerobic cells for conducting cellular or enzymatic immobilization. ഈ ബയോറിയാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാണ്. അതായത് ഒരു ബയോളജിക്കലി ആക്റ്റീവായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിന് സപ്പോർട്ട് നൽകുന്ന ഒരു സിസ്റ്റമാണ്. ഇത് ഫുഡ് ടെക്കിൽ മാത്രമല്ല, ഫാർമസ്യൂട്ടിക്കൽ, അങ്ങനെ എല്ലാ ഫീൽഡിലും ബയോറിയാക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതിനെല്ലാത്തിനും ഓരോരോ പർപ്പസ് ആയിരിക്കും. ഒന്നുകിൽ കൾച്ചറിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എൻസൈമാറ്റിക് ഇമ്മൊബിലൈസേഷന് വേണ്ടിയിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ പല യൂസസ് ബയോറിയാക്ടേഴ്സിനുണ്ട്. മറ്റൊരു ഡെഫിനിഷൻ, എ ബയോറിയാക്ടർ ഈസ് എ വെസൽ ഇൻ വിച്ച് ക്യാരിഡ് ഔട്ട് എ കെമിക്കൽ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് ഓർഗാനിസംസ് ഓർ ബയോകെമിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസസ് ഡിറൈവ്ഡ് ഫ്രം സച്ച് ഓർഗാനിസംസ്. അതായത് ബയോറിയാക്ടറിൽ നടക്കുന്നത് ഒരു ബയോ കെമിക്കൽ പ്രോസസ്സാണ്. അതിൽ ഓർഗാനിസംസ് കാണും, അതല്ലെങ്കിൽ ബയോകെമിക്കലി ആക്റ്റീവായിട്ടുള്ള സബ്സ്റ്റൻസസ് കാണും. അതായത് മറ്റു ഓർഗാനിസത്തിൽ നിന്നുള്ള സെക്കൻഡറി മെറ്റബോളിസം അങ്ങനെയുള്ള സബ്സ്റ്റൻസുകൾ കൂടി ഇതിനകത്ത് കാണും. ഈ ബയോറിയാക്ടേഴ്സ് സാധാരണ സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അതുപോലെ പല സൈസിലും ഉണ്ടാവും. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടാണ് സാധാരണ ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. മറ്റൊരു ഡെഫിനിഷൻ, ബയോറിയാക്ടർ ഈസ് എ സിസ്റ്റം യൂസ്ഡ് ഫോർ ദി ഗ്രോത്ത് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എ പോപ്പുലേഷൻ ഓഫ് മെമ്മലിയൻ ഓർ ഇൻസെക്ട് സെൽസ്. വേറസ് ഫെർമെൻറ്റർ ഈസ് എ സിസ്റ്റം. അതായത് ബയോറിയാക്ടറും ഫെർമെൻറ്റേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ഫെർമെൻറ്റർ ഈസ് എ സിസ്റ്റം യൂസ്ഡ് ഫോർ ദി ഗ്രോത്ത് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എ പോപ്പുലേഷൻ ഓഫ് ബാക്ടീരിയൽ ഓർ ഫംഗൽ സെൽസ്. അതായത് ബയോറിയാക്ടറും ഫെർമെൻറ്ററും ഒക്കെ ഒരേ ഏകദേശം സെയിം സിസ്റ്റം തന്നെയാണ്. എങ്കിലും ഫെർമെൻറ്ററിൽ കൂടുതലും മെയിൻ്റനൻസ് ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ സെൽസ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇനി ഈ ബയോറിയാക്ടറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ടു പ്രൊവൈഡ് എ സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് അൻ ഓർഗാനിസം ക്യാൻ എഫിഷ്യൻ്റ്ലി പ്രൊഡ്യൂസ് എ ടാർഗറ്റ് പ്രോഡക്റ്റ്. അതായത് ഒരു നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് റെഡിയാക്കി കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഓർഗാനിസത്തിന് അതിന് നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ടാർഗറ്റ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പം സെൽ ബയോമാസ് ആവാം, മെറ്റബോളൈറ്റ്സ് ആവാം, ട്രാൻസ്ഫോംഡ് പ്രോഡക്ട്സ്, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആ ഓർഗാനിസത്തിന് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം pHഉം ടെമ്പറേച്ചറും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ബയോറിയാക്ടറിൻ്റെ ഒരു കർമ്മം. ഇതാണ് ബയോറിയാക്ടറിൻ്റെ മോഡൽ. നമ്മൾ പറഞ്ഞല്ലോ, കൂടുതലും സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും. ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് സൈസ് ചേഞ്ച് ആവും. ചെറുതുകൊണ്ട് വലുതും ഉണ്ടാവും. ഇപ്പോൾ ഫെർമെൻറ്റേഷൻ പോലെയുള്ള പ്രൊസീജിയറൊക്കെ ആണെങ്കിൽ വലിയ ബയോറിയാക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്സൊക്കെ ജസ്റ്റ് നോക്കി വെച്ചേക്കുക. എസെപ്റ്റിക് ഇന്നോക്കുലേഷൻ പൈപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. ബയോറിയാക്ടേഴ്സ് പല ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് കണ്ടിന്യൂസ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടേഴ്സ്, ബബിൾ കോളം ബയോറിയാക്ടേഴ്സ്, എയർലിഫ്റ്റ് ബയോറിയാക്ടേഴ്സ്, ഫ്ലൂയിഡൈസ്ഡ് ബയോറിയാക്ടേഴ്സ്, പാക്കഡ് ബെഡ് ബയോറിയാക്ടേഴ്സ്, ഫോട്ടോ ബയോറിയാക്ടേഴ്സ്. ഇതെല്ലാം ബയോറിയാക്ടേഴ്സിൻ്റെ ടൈപ്സാണ്. അടുത്തത് സിംഗിൾ സെൽ പ്രോട്ടീൻ എന്താണെന്ന് നോക്കാം. എ പ്രോട്ടീൻ എക്സ്ട്രാക്റ്റഡ് ഫ്രം കൾച്ചേർഡ് ആൽഗെ, ഈസ്റ്റ് ഓർ ബാക്ടീരിയ. അതായത് കൾച്ചർ ചെയ്ത ആൽഗയിൽ നിന്നോ ഈസ്റ്റിൽ നിന്നോ അല്ല ബാക്ടീരിയയിൽ നിന്നോ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രോട്ടീനെ ആണ് സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ പ്രോട്ടീൻ റിച്ച് ഫുഡ്സ്. പ്രോട്ടീൻ റിച്ച് ഫുഡ്സിന് പകരമായിട്ട് നമുക്ക് ഈ സിംഗിൾ സെൽ പ്രോട്ടീൻസിൻ്റെ ഫുഡ് കഴിക്കാം. സിംഗിൾ സെൽ പ്രോട്ടീൻസ് ആർ ഡ്രൈഡ് സെൽസ് ഓഫ് മൈക്രോ ഓർഗാനിസം വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് ഡയറ്ററി പ്രോട്ടീൻ സപ്ലിമെൻറ്റ്. കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് സപ്ലിമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ സെൽ പ്രോട്ടീൻസ് ആ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾസോ കോൾഡ് നോവൽ ഫുഡ് ഓർ മിനി ഫുഡ്. Single cell protein is of great nutritional value because of its high protein, vitamin and lipid content and the general presence of other components. അതായത് സിംഗിൾ സെൽ പ്രോട്ടീനിൽ ആവശ്യത്തിലധികം പ്രോട്ടീനും വിറ്റമിനും ലിപ്പിഡ് കണ്ടൻസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മിനി ഫുഡ് എന്നുകൂടി വിളിക്കുന്നത്. ഈ സിംഗിൾ സെൽ പ്രോട്ടീൻ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് NBRI നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ചും CFTRI അതായത് സെൻട്രൽ ഫുഡ് ടെക്നോളജി
റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലുമാണ് ഈ SSCP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ സീവേജിൽ ആൽഗെ കൾച്ചർഡ് ഓൺലി സീവേജിൽ കിട്ടുന്ന ആൽഗെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് കൾച്ചർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനി SSCP മെത്തേഡ് അല്ലെങ്കിൽ സിംഗിൾ സെൽ പ്രോട്ടീൻ വേണ്ടിയിട്ട് സബ്സ്ട്രേറ്റ്സ് യൂസ് ചെയ്യുക, അതൊരു മീഡിയം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ വരുന്നത് ആൽക്ലൈൻസ്, മീതെയിൻ, മെഥനോൾ, സെല്ലുലോസ്, കാർബോഹൈഡ്രേറ്റ്സ്, വേസ്റ്റ് മെറ്റീരിയൽ. അതാണ് നമ്മളിപ്പോൾ സീവേജിൽ നിന്ന് ആൽഗെ എടുക്കുമെന്ന് പറഞ്ഞല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം സിംഗിൾ സെൽ പ്രോട്ടീന് വേണ്ടിയിട്ടുള്ള സബ്സ്ട്രേറ്റുകൾ എടുക്കാറുണ്ട്. അപ്പോൾ ആ SSCPയുടെ ഒരു മെത്തേഡാണ് പറയുന്നത്. ആദ്യം നമ്മളൊരു സബ്സ്ട്രേറ്റ് എടുത്തു, ഇപ്പം സീവേജിൽ നിന്നൊരു ആൽഗെ എടുത്തു. സബ്സ്ട്രേറ്റിനെ എടുത്ത ശേഷം അതിനെ ഫെർമെൻറ്ററിൽ കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചല്ലോ ബയോറിയാക്ടർ എന്ന് പഠിച്ചല്ലോ. അപ്പം ബയോറിയാക്ടറോ അല്ലെങ്കിൽ ഫെർമെൻറ്ററിലോ കൊടുക്കുന്നു. അതിലേക്ക് വളരാനുള്ള ന്യൂട്രിയൻസ് കൊടുക്കുന്നു. അതിനുശേഷം ഫിൽട്രേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡയറക്റ്റ് ഡ്രൈയിങ് മെത്തേഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞല്ലോ മൈക്രോബിയൽ പ്രോട്ടീൻസിൻ്റെ ഡ്രൈഡ് പ്രോഡക്റ്റാണ് SSCP എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫെർമെൻറ്റ് ചെയ്ത ശേഷം ഡ്രൈയിങ് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന പ്രോഡക്റ്റാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ. അപ്പോൾ സിംഗിൾ സെൽ പ്രോട്ടീന് വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഏതാണെന്ന് നോക്കാം. അതായത് വൈറസ് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം എടുക്കാറുണ്ട്. ഫംഗൈ, ഈസ്റ്റ്, ആൽഗെ, ബാക്ടീരിയ, ഇതാണ് കൂടുതലായിട്ടും SSCP പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ഫംഗയിലാണെങ്കിൽ ആസ്പെർജില്ലസ്, ഫ്യൂമിഗേറ്റസ്, നിഗർ, റിസോപ്പസ്, സൈക്ലോപ്പിയം എന്നിവയാണ് ഉപയോഗിക്കുന്നത്. ഈസ്റ്റിൽ സക്കറോമൈസസ് സെർവീസിയെ, കാൻഡിഡ ട്രോപ്പിക്കാലിസ് എന്നിവയൊക്കെയാണ്. ആൽഗെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വരുന്നത് സ്പെറുലിന സ്പീഷീസും ക്ലോറല്ല പൈറിനോയിഡ്സും ആണ് വരുന്നത്. ബാക്ടീരിയയിൽ സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ്, ലാക്ടോബാസിലസ് എന്നിവയൊക്കെയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെലക്ഷൻ ഓഫ് സ്ട്രെയിൻ. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഏത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെയിൻ എടുക്കുക എന്നുള്ളത്. അതായത് നല്ല ഗുഡ് ക്വാളിറ്റി പ്രോട്ടീനുള്ള സ്ട്രെയിൻ വേണം. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടല്ലോ, അതിൽ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ക്രിട്ടിക്കൽ സ്റ്റെപ്പ്. കാരണം എത്ര നല്ലൊരു ഓർഗാനിസം എടുക്കുന്നോ അതിനനുസരിച്ചിരിക്കും ആ പ്രോട്ടീൻ്റെ ക്വാളിറ്റി. ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഓർഗാനിസം എന്തെങ്കിലും ടോക്സിക്കോ അൺഡിസൈറബിൾ ആയിട്ടുള്ള എഫക്ട്സ് ഒന്നും കൺസ്യൂമറിന് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആദ്യം ഫെർമെൻറ്ററിലല്ലേ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ബയോ റിയാക്ടറിലല്ലേ. അപ്പോൾ അതിലെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഫെർമെൻറ്റർ എന്തായിരിക്കണം, എക്യുപ്പൈഡ് വിത്ത് എയറേറ്റർ, തെർമോസ്റ്റാറ്റ്, pH എക്സെട്ര. അതായത് എല്ലാം നല്ല അതിൻ്റെ എൻവയോൺമെൻ്റ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. അതുപോലെ ഫെഡ് ബാച്ച് കൾച്ചറാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കാം. സാധാരണയായി ഇത് ഉപയോഗിക്കുന്നത് പ്രോട്ടീൻ സപ്ലിമെൻ്റഡ് ഫുഡിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ധാരാളം വിറ്റമിൻസും അമിനോ ആസിഡ്സും മിനറൽസും ക്രൂഡ് ഫൈബറും ഉണ്ടാവും. അതുപോലെ മാൽ ന്യൂട്രീഷനുള്ള അല്ലെങ്കിൽ അണ്ടർ നറിഷ്ഡ് ആയിട്ടുള്ള ചിൽഡ്രനൊക്കെ ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് ഫുഡ് നല്ലതാണ്. ഇനി ഇത് ഹെൽത്തി ഫുഡായിട്ട് യൂസ് ചെയ്യുക, അതായത് ഒബിസിറ്റി കൺട്രോൾ ചെയ്യാനും എനർജി പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിളാണ് സ്പിരുലിന, പാർട്ട് ഓഫ് ദി ഡയറ്റ് ഓഫ് US ഒളിമ്പിക് ടീം. ഒളിമ്പിക് ടീംസിന് ഈ സ്പിരുലിന ചേർത്തിട്ടുള്ള പ്രോട്ടീൻ ഫുഡ് കൊടുക്കാറുണ്ട്. എന്തൊക്കെയാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ്റെ യൂസസ് നോക്കാം. അതായത് ആനിമൽ ന്യൂട്രീഷൻ, ആനിമൽ ഫുഡായിട്ട് കൊടുക്കാറുണ്ട്. ഇനി ഫുഡ് ഏരിയയിലാണെങ്കിൽ അരോമ കാരിയേഴ്സ്, വിറ്റമിൻ കാരിയർ, എമൽസിഫൈങ് എയ്ഡ്സ്, ഇങ്ങനെ അല്ലെങ്കിൽ റെഡി ടു ഈറ്റ് ഫുഡ്, അതിനകത്തെല്ലാം നമ്മൾ സിംഗിൾ സെൽ പ്രോട്ടീൻസിൻ്റെ ഫുഡുകൾ ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ ടെക്നിക്കൽ ഫീഡിലും സിംഗിൾ സെൽ പ്രോട്ടീൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ കൂടുതലും റെഡി ടു ഈറ്റ് അങ്ങനെയുള്ള അല്ലെങ്കിൽ എമൽസിഫൈങ് ഏജൻസ് അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ എന്താണ് ഹെൽത്ത് സപ്ലിമെൻ്റായിട്ടും കൊടുക്കാറുണ്ട് ഈ SSCP. നെക്സ്റ്റ് ഫുഡ് കണ്ടാമിനേഷൻ മോളിക്കുലാർ ടെക്നിക്സ് ആണ്. ഇപ്പോൾ നമുക്ക് ഒരു കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളൊരു ഫുഡ് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് മോളിക്കുലാർ ഡിറ്റക്ഷൻ വഴിയിട്ട് ഏത് പതോജനാണെന്ന് അറിയുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒരു സാമ്പിൾ കിട്ടിയ ശേഷം ആദ്യം ഐഡൻറ്റിഫൈ ദി പതോജനിക് സ്ട്രെയിൻസ്. അതിന് വേണ്ടിയിട്ട് 4 മെത്തേഡ്സാണ് പ്രധാനമായിട്ടുള്ളത്. കൾച്ചർ ബേസ്ഡ് മെത്തേഡ്സ്, ഇമ്യൂണോ അസേസ്, PCR ബേസ്ഡ് മെത്തേഡ്സ്, ബയോസെൻസേഴ്സ്. ഇതിൽ കൾച്ചർ ബേസ്ഡ് മെത്തേഡ്സാണ് നമ്മൾ പറഞ്ഞ ഗ്രാം സ്റ്റെയിനിങ് ഒക്കെ ഉണ്ടല്ലോ അത് വരുന്നത്. ഇമ്യൂണോ അസേസിനകത്ത് വരുന്നത് എലീസ ടെസ്റ്റ്, ലാക്ടസ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് എന്നിവയാണ്. ആൻറ്റിബോഡീസ് വെച്ച് ചെക്ക് ചെയ്യുമ്പം പോളിക്ലോണൽ എന്നിവയാണ്. PCR മെത്തേഡിൽ വേണമെങ്കിൽ qPCR, റിയൽ ടൈം PCR, ലാമ്പ്, RSS PCR, RT-PCR എന്നിവ. ബയോസെൻസേഴ്സിൽ വരുന്നതാണ് ECL, FRET എന്നിവ, ഗോൾഡ് ആൻഡ് സിൽവർ നാനോ പാർട്ടിക്കിൾസ് എന്നിവയൊക്കെ. ഈ 4 മെത്തേഡ്സ് കൂടാതെ IMS, ICA, FTIR ഇങ്ങനെ കുറച്ച് മെത്തേഡ്സ് കൂടിയുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഒക്കെ പറഞ്ഞാൽ എലീസ ടെസ്റ്റുകൾ,
PCR എന്നിവയൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ടേബിൾ തന്നെയാണ്, അതായത് കോമൺ മോളിക്കുലാർ ടെക്നിക്സ് എന്ന് പറയുമ്പം PCR വരും. അത് തന്നെ RT PCR, മൾട്ടിപ്ലെക്സ് ഉണ്ട്, പല ടൈപ്പ് PCR മെത്തേഡ്സ് ഉണ്ട്. അതുകൂടാതെ പ്ലാസ്മിഡ് പ്രൊഫൈലിംഗ്, റൈബോ ടൈപ്പിംഗ് എന്നിങ്ങനെ കുറച്ച് ടൈപ്പും കൂടിയുണ്ട്. ഇതുകൂടാതെ DNA ചിപ്പ്, ജീൻ ചിപ്പ്, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആണ് RAPD, റാൻഡം ആംപ്ലിഫൈഡ് പോളിമോർഫിക് DNA അനാലിസിസ്. പിന്നെ AFLP എന്ന് പറഞ്ഞാൽ ആംപ്ലിഫൈഡ് ഫ്രാഗ്മെൻറ്റ് ലെങ്ത് പോളിമോർഫിസം. ലാമ്പ് എന്ന് പറയുന്നത് ലൂപ്പ് മീഡിയേറ്റഡ് ഐസോതെർമൽ ആംപ്ലിഫിക്കേഷൻ. ബയോസെൻസേഴ്സ് പല ടൈപ്പ് ഉണ്ട്. ഗോൾഡ് നാനോ പാർട്ടിക്കിൾ ബേസ്ഡ് ബയോസെൻസർ, ഫൈബർ ഒപ്റ്റിക് ബയോസെൻസർ, ഇലക്ട്രോ കെമിക്കൽ ബയോസെൻസർ. ഇനി ഫിഷ് എന്ന് പറയുന്നതും ഒരു മോളിക്കുലാർ ടെക്നിക്കാണ്. ഫിഷ് പ്രധാനം ഹോൾസെൽ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് റൈബോസോമൽ RNAs വഴിയാണ് മെയിൻ ടാർഗറ്റ്. ഈ ഒരു മെത്തേഡ്സിലെ മെയിൻ ടാർഗറ്റ് വരുന്നത് RNAs ആണ്. പ്രധാനമായിട്ടും ഫുഡ് ബോൺ പാരസൈറ്റ്സ് ആയ ജിയാർഡിയ ആൻഡ് ക്രിപ്റ്റോസ്പോറിഡിയം ഇത് രണ്ടിനെയും ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിഷ് യൂസ് ചെയ്യുന്നത്. അടുത്തത് PCR മെത്തേഡ് ഏതൊക്കെ പതോജനിൽ വരും നോക്കാം. സാൽമണല്ല എൻട്രിക്ക, ലിസ്റ്റീരിയ, ഈക്കോളൈ, സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, സാൽമണല്ല ഷിഗല്ല ഇതിലെല്ലാം PCR മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. PCR ബേസ്ഡ് മെത്തേഡ്സിൽ വരുന്നവയാണ് NASB, ന്യൂക്ലിക് ആസിഡ് സീക്വൻസ് ബേസ്ഡ് ആംപ്ലിഫിക്കേഷൻ, ലാമ്പ് ലൂപ്പ് മീഡിയേറ്റഡ് ഐസോതെർമൽ ആംപ്ലിഫിക്കേഷൻ, സ്ട്രാൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആംപ്ലിഫിക്കേഷൻ, മൾട്ടിപ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആംപ്ലിഫിക്കേഷൻ, റോളിംഗ് സർക്കിൾ ആംപ്ലിഫിക്കേഷൻ, HDA, RPA എന്നിവ ഇതെല്ലാം PCR മെത്തേഡ്സിൽ വരുന്നതാണ്. ഈ PCRൻ്റെ ഫുൾ ഫോം പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ്. കൂടുതലും DNA ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PCR മെത്തേഡ് യൂസ് ചെയ്യുന്നത്. മറ്റൊരു ടെസ്റ്റാണ് ELISA ടെസ്റ്റ്. പ്രധാനമായിട്ടും ഇത് ബാക്ടീരിയ ടോക്സിൻസിനെയൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം ലോ സെൻസിറ്റിവിറ്റിയാണ്. അതുപോലെ സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വേണം, നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺ വേണം. അങ്ങനെ കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിന്. ഇനി സ്പിരുലിന ഈസ് എ എഡിബിൾ ഫംഗസ്, ബയോ ഫെർട്ടിലൈസർ, ബയോ പെസ്റ്റിസൈഡ്, സിംഗിൾ സെൽ പ്രോട്ടീൻ. ഇതിലേതാണ് സ്പിരുലിന നമ്മൾ പഠിച്ചത്? സിംഗിൾ സെൽ പ്രോട്ടീനിൽ വരുന്നതാണ് സ്പിരുലിന എന്ന് പറയുന്നത്. അടുത്തത് ബയോറിയാക്ടർ ഈസ്. എന്താണ് ബയോറിയാക്ടർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഫെർമെൻറ്റേഷൻ ടാങ്ക്. ഫെർമെൻറ്ററിൻ്റെ വേറൊരു ടൈപ്പാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതാണ് ഇതിലെ കറക്റ്റ് ആൻസർ. എങ്കിലും ബയോറിയാക്ടറും ഫെർമെൻറ്ററും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഏകദേശം കറക്റ്റ് ആൻസർ ഫെർമെൻറ്റേഷൻ ടാങ്ക് ആണ്. അടുത്തത് സിംഗിൾ സെൽ പ്രോട്ടീൻ ഈസ് ദി പ്രൊഡക്ഷൻ ഓഫ്. എന്താണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, ഫെർമെൻറ്റേഷൻ ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ് ആണ്. അത് നമ്മൾ സീവേജ് പോലെയുള്ള പ്രോഡക്റ്റുകളിൽ നിന്നും കിട്ടുമെന്ന് പറഞ്ഞില്ലേ, വേസ്റ്റ് പ്രോഡക്ട്സിൽ നിന്നും SCP പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഈ SCP എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ എഡിബിൾ മൈക്രോ ഓർഗാനിസംസ് ആണ്. അത് ഹ്യൂമൻ ബീങ്സിൻ്റെ ഫുഡായിട്ടും ആനിമൽ ഫീഡ്സായിട്ടും യൂസ് ചെയ്യാറുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോഡക്റ്റ് ഓഫ് ഫെർമെൻറ്റേഷൻ? ഇതിൽ ഫെർമെൻറ്റേഷൻ്റെ പ്രോഡക്റ്റ് ഏതല്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഓക്സിജൻ ആണ്. ബാക്കിയെല്ലാം ഫെർമെൻറ്റേഷൻ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, ഏതനോൾ ഇതെല്ലാം ഫെർമെൻറ്റേഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ്റെ ആബ്സെൻസിൽ ഷുഗർ കൺസ്യൂം ചെയ്യുന്ന പ്രൊസീജിയറാണ് ഫെർമെൻറ്റേഷൻ. അപ്പോൾ ആ ഒരു ഷുഗർ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രോഡക്ട്സുകളാണ് ഓർഗാനിക് ആസിഡ്സും കാർബൺ ഡൈ ഓക്സൈഡ്, എത്തനോൾ എന്നിവ. ഇപ്പം നമ്മൾ വീറ്റാണ്, ഇപ്പോൾ ഗോതമ്പ് കൊടുക്കുമ്പോൾ അതിലെ ഷുഗർ കൺസ്യൂം ചെയ്തിട്ടാണ് ഫെർമെൻറ്റേഷൻ സംഭവിക്കുന്നത്. ബൈ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത് ഓർഗാനിക് ആസിഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, എഥനോൾ എന്നിവയാണ്. നെക്സ്റ്റ്, ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ഈസ് ക്യാരിഡ് ബൈ ഈസ്റ്റ്നോണസ്. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ഉപയോഗിക്കുന്ന ഈസ്റ്റാണ് സക്കറോമൈസസ് സെർവീസിയെ. ബാക്കിയുള്ള ഓർഗാനിസംസും ഫെർമെൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു സ്പീഷീസ്. ഇതൊരു ഈസ്റ്റിൻ്റെ സ്പീഷീസാണ്. ഇതിൽ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനായിട്ട് മാത്രമല്ല വൈൻ മേക്കിംഗ്, ബേക്കിംഗ്, ബ്രൂവിങ് ഇതിനെല്ലാം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ വേറൊരു ടോപ്പിക്ക് കൂടെ കഴിയുമ്പം, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സ്, അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മൈക്രോബയോളജി കഴിയും. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നോട്ട്സ് വേണമെങ്കിൽ എക്സ്ട്രാ PDF ഒക്കെ ഞാൻ ടെലിഗ്രാമിൽ ഇട്ടേക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്